എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ടച്ച് വേൾഡ്. ഈ ചാനലിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നു കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസും അവയുടെ കുഞ്ഞു ടിപ്സുകളും, കൂടാതെ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ICT വീഡിയോ ട്യൂട്ടോറിയൽസും കൂടെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് OS, അതുപോലെ ലിനക്സിനെ കുറിച്ചാണ്. സോ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അതിൻ്റെ ഷോർട്ട് എന്ന് പറയുന്നത് OS എന്നാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറുകളെയും അതുപോലെ സോഫ്റ്റ്വെയറുകളെയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. OS ഉണ്ടായാൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുകയുള്ളൂ. ഉദാഹരണമായി ഒരു കാർ മൂവ് ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ ഒരു ഡ്രൈവർ വേണം. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു OS നിർബന്ധമാണ്. വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് നമുക്ക് നോക്കാം. വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു, യുണിക്സ്, മാക് OS, ഫെഡോറ, ഇങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്ന് നിലവിലുണ്ട്. അടുത്തതായി നമുക്ക് ലിനക്സിനെ കുറിച്ച് നോക്കാം. ലിനക്സ് എന്നാൽ ഒരു കേണലാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ കേണൽ? കേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹൃദയം എന്നൊക്കെ പറയാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവറുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ കുറേ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള കോഡാണിത്. ഇനി നമുക്ക് ലിനക്സിൻ്റെ ഹിസ്റ്ററിയിലൂടെ ഒന്ന് പോകാം. 1983 റിച്ചാർഡ് മാത്യൂസ് സ്റ്റാൾമാൻ എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ GNU പ്രോജക്റ്റ് സ്ഥാപിച്ചു. ആർക്കും പഠിക്കുകയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റി എഴുതുകയും പുനർവിതരണം നടത്തുകയും ചെയ്യാവുന്ന ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കുക എന്നതായിരുന്നു GNU പ്രോജക്റ്റിന്റെ ലക്ഷ്യം. 1992 ആയപ്പോൾ GNU പ്രോജക്റ്റിന്റെ ഏറെക്കുറെ മറ്റെല്ലാ ഭാഗങ്ങളും പൂർത്തിയായ അവസ്ഥയിൽ പോലും കേണൽ ഭാഗം പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അന്നേരമാണ് ലിനസ് ടോർവാർഡ്സ് 1991 മുതൽ ലിനക്സ് എന്ന പേരിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ വികസിപ്പിക്കാൻ ആരംഭിച്ചത്. 1992 ഈ കേണൽ GNUവിനോട് ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇവ രണ്ടും ചേർന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം GNU ലിനക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലിനക്സ് കേണൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് GNU ലിനക്സ്. സോ ഗൈസ്, ലിനക്സ് ഒരു കേണലാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ലിനക്സ് കേണൽ ഉപയോഗിച്ച് ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്ന് നിലവിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉബുണ്ടു, റെഡ് ഹാറ്റ്, ഉബുണ്ടു, ഡെബിയൻ, ഫെഡോറ, മാൻഡ്രിവ, ഈ ലിസ്റ്റിൽ പെടാത്ത ലിനക്സ് മിന്റ്, ഉബുണ്ടു, ഇങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ലിനക്സ് കേണൽ ഉപയോഗിച്ചിട്ടാണ്. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് വരെ ലിനക്സ് കേണൽ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? തീർന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം ഗൂഗിൾ വെബ് സെർവറുകൾ റൺ ചെയ്യുന്നത് ലിനക്സ് കേണൽ യൂസ് ചെയ്തിട്ടുള്ള OSലാണ്. അത്രയും പവർഫുള്ളാണ് ലിനക്സ് കേണൽ. സോ ഗൈസ്, നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചും ലിനക്സിനെ കുറിച്ചും ചെറിയൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. IT at സ്കൂൾ GNU ലിനക്സിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.